الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അവ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ഓർത്തെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം സത്യവിശ്വാസികളായ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രാധാന്യപൂർവ്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അവരിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചയക്കുക മൂലം വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രവാചകൻ തനിക്ക് അവതരിച്ചു കിട്ടിയ ദൈവിക വചനങ്ങളെ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും തത്വജ്ഞാനം അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അത് മുഖേന തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണെന്നാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകം സംരക്ഷണത്തിൽ ജീവിച്ച ജനനായകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് തന്നെ അഭിമാനപൂർവം പറഞ്ഞിട്ടുണ്ട്. അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ആദം സന്തതികളുടെ നേതാവായിരിക്കും ഞാൻ. വ അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഖബറിൽ നിന്ന് ആദ്യമായി ഖബർ പിളർന്ന്
ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും ഞാൻ. വഅവ്വലു ശാഫിഈൻ വഅവ്വലു മുശഫ്ഫഅ. വിചാരണ ദിവസം ജനങ്ങളെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് വിചാരണ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രയാസത്തോടുകൂടി ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, അല്ലാഹുവേ, നീ ഞങ്ങളുടെ വിചാരണ എത്രയും വേഗം തീർക്കണമേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് പറയുന്നവനായിരിക്കും ഞാൻ. ആദ്യമായി ശുപാർശ പരിഗണിക്കപ്പെടുന്ന വ്യക്തിയും ഞാൻ തന്നെയായിരിക്കും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനപൂർവം പറഞ്ഞിട്ടുണ്ട്. വഅന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വ്യക്തിയും ഞാൻ തന്നെയായിരിക്കും എന്നൊക്കെ. അങ്ങനെ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പല പദവികളെക്കുറിച്ചും അവിടുന്ന് നമുക്ക് അറിയിച്ചു തരിക കൂടി ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ ഈ പദവികൾ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ നേടിയത് എങ്ങനെയാണ്? വറഫഅനാ ലക ദിക്റക. നിന്നെക്കുറിച്ചുള്ള കീർത്തിയും യശസ്സും താങ്കളെക്കുറിച്ചുള്ള എല്ലാ മഹത്വവും നാം ഉയർത്തി തന്നിരിക്കുന്നു പ്രവാചകരെ എന്ന് പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ പ്രവാചകൻ ഈ പദവികളെല്ലാം നേടിയിട്ടുള്ളത് തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം കൃത്യമായി നിർവഹിച്ചത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മിലും വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിത ദൗത്യത്തിൽ ചെറുതും വലുതുമായ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ ഈ ദുനിയാവിലും അള്ളാഹു നമുക്ക് നൽകും, ആഖിറത്തിലും നൽകും. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാനാവുക എന്നുള്ളത് ഒരു വിശ്വാസി കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം സാധ്യമാകാൻ എന്ത് വേണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന്റെ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفീഖാ. അല്ലാഹു ആ സഹവാസത്തെക്കുറിച്ച് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറായാൽ, പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറായാൽ, ഫഉലൈക, ആ ആളുകൾ ആരുടെ കൂടെയായിരിക്കുമെന്നോ? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചാദരിച്ച ആളുകളുടെ കൂടെ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചാദരിച്ച ആളുകളുടെ വഴിയിലൂടെ നടക്കുന്ന നിന്റെ ഇഷ്ട ദാസന്മാരാക്കി ഞങ്ങളെ നീ മാറ്റേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ്. അവർ മിനൻ നബിയീൻ വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ, നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സദ്വൃത്തരായ സച്ചരിതരായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സജ്ജനങ്ങളുടെ കൂടെ നാളെ പരലോകത്ത് അവർ ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ അത് നേടാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. പ്രവാചകന് ഇതൊക്കെ നൽകിയത് എന്തുകൊണ്ടാണെന്നും ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകനെ ഏൽപ്പിച്ചൊരു ദൗത്യം ഉണ്ടായിരുന്നു. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്. അല്ലയോ തിരുദൂതരെ, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതരിച്ചു കിട്ടിയ ഈ സത്യസന്ദേശം നീ ആർക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നാണ്. വഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാല. താങ്കൾ അത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ താങ്കളുടെ ദൗത്യം നിങ്ങൾ നിർവഹിച്ചിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്. താങ്കളുടെ പരിപൂർണമായ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ.
നിഷേധികളെ അള്ളാഹു ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. സൂറ മാഇദയിലെ 67-ാമത്തെ ആയത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു കൊടുത്ത വലിയ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഇവിടെ പ്രവാചകനെ ഉണർത്തുന്നത്. മനുഷ്യ ചരിത്രത്തിലെ അതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പ്രാപ്തനാക്കിയത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് നമുക്ക് ഖുർആനിന്റെ ആയത്തുകളിലൂടെ പഠിക്കാൻ കഴിയും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് യോഗ്യനായി പ്രാപ്തനായി പ്രവാചകന്റെ ഉത്തരവാദിത്തങ്ങളെ പല രീതിയിൽ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. സൂറ അഹ്സാബിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ, തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദൻ, ഇവിടെയുള്ള എല്ലാ നന്മകൾക്കും സാക്ഷിയാകാൻ വേണ്ടിയാണെന്നാണ്. നന്മകളുടെ സാക്ഷിയായി ഞാൻ താങ്കളെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ നന്മയായി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, നരകത്തിൽ നിന്ന് നമ്മെ അകറ്റേണ്ടതായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, അതാണല്ലോ ജീവിത വിജയത്തിന്റെ അടിത്തറയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉപദേശങ്ങളിലൂടെ, അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ, അവിടുത്തെ സമ്മതങ്ങളിലൂടെ, അവിടുത്തെ അംഗീകാരങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുകയാണ്. അതുകൊണ്ടാണ് താങ്കൾ ഷാഹിദാണ്. ഇവിടെ എന്തെല്ലാം നന്മയായി നിലനിൽക്കുന്നുണ്ടോ അതിന്റെ സാക്ഷി കൂടിയാണ് പ്രവാചകരെ താങ്കൾ. വമുബശ്ശിറ, താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. എന്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയെന്നോ? അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ, പ്രവാചകന്റെ ചര്യകളെ നിങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അത് മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് പ്രവാചക ജീവിതത്തെ ചേർത്തു വെക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ വരുന്ന ലോകത്ത്, പരലോകത്ത് നിങ്ങൾക്ക് അനശ്വര സുഖാനന്ദത്തിന്റെ പരിശുദ്ധഗേഹമായ ശാശ്വതമായ സ്വർഗീയ ജീവിതമുണ്ട് എന്ന സന്തോഷ വാർത്ത. ഇത് നമ്മെ അറിയിച്ചു തരാൻ മറ്റാരും ഇവിടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തുകളിലൂടെ, ഖുർആനിക വചനങ്ങളിലൂടെ നമ്മളത് പഠിപ്പിച്ചു. പ്രവാചകൻ അത് നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തന്നു. വനദീറ, നിങ്ങൾ താന്തോന്നികളായി തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ മറക്കുകയാണെങ്കിൽ, പ്രവാചക ചര്യയെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ, സ്വാർത്ഥംഭരികളായി നിങ്ങൾ ദുനിയാവിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ, ശിക്ഷയായിരിക്കും. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന താക്കീതും മുന്നറിയിപ്പും. വനദീറ, ഇതൊക്കെ താങ്കൾ ഇവിടെ നിർവഹിക്കേണ്ട ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. അതിലെല്ലാം ഉപരി വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ ഹിതമനുസരിച്ചുകൊണ്ട്, സർവേശ്വരന്റെ ഹിതമനുസരിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, വിളിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. വസിറാജം മുനീറ, താങ്കൾ പ്രഭ ചൊരിയുന്ന ഒരു വിളക്ക് കൂടിയാണ് പ്രവാചകരെ. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിലൂടെ പ്രവാചകനെ കുറിച്ച് 5 വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. 5 ദൗത്യമാണ് ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതിലൂടെ ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ് നമ്മൾ അതിനെ പരിഭാഷപ്പെടുത്താറുള്ളത്. വിശുദ്ധ ഖുർആനിൽ സിറാജ് എന്ന പദം 4 സ്ഥലങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 3 സ്ഥലത്തും നമുക്ക് വെയില് തരുന്ന, വെളിച്ചം തരുന്ന, നമുക്ക് പ്രകാശം ചൊരിഞ്ഞു തരുന്ന, സർവോപരി ഈ സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സായിട്ടുള്ള സൂര്യനെ കുറിച്ചാണ് സിറാജ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ ഊർജവും കരുത്തും അതിലൂടെ നമുക്ക് നൽകുന്നു സൂര്യനിലൂടെ. സൂര്യപ്രകാശം, സൗരോർജം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്, അവന്റെ ഭൗതിക ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ
അതേപോലെ അതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹവും ദേഹിയും കൂടിയതാണ്, ശരീരവും ആത്മാവും കൂടിയതാണ്. അവന്റെ ഭൗതികമായ ജീവിതത്തോടൊപ്പം തന്നെ അവന്റെ ആത്മീയമായ ജീവിതവും പ്രകാശപൂരിതമായി തീരേണ്ടതുണ്ട്. അവന്റെ ആത്മീയ ലോകത്തേക്ക്, അവന്റെ ആത്മീയ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശം കൂടിയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനെ സിറാജും മുനീർ എന്ന വിശേഷണം നൽകി വിശേഷിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് എവിടെ ഇരുട്ട് പരക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇരുട്ട് പരക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ടോ, അവിടെ നാം തെളിക്കേണ്ടതാണ് പ്രവാചക ജീവിതമാകുന്ന വെളിച്ചം. അങ്ങനെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കിടയിൽ ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയ 63 വർഷം, അതിൽ 23 വർഷം കൃത്യമായും പ്രവാചക ജീവിതമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ പ്രവാചകൻ ഇറക്കി കൊടുത്തുകൊണ്ട്, അതിന്റെ വിശദീകരണം തന്റെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷകാലവും ഈ രീതിയിലാണ് ജീവിച്ചത്. 23 വർഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ 8395 ദിവസങ്ങളാണ്. പ്രവാചക ജീവിതമാകുന്ന 23 വർഷം 8395 ദിവസങ്ങളിലെ രാപ്പകലുകൾ മുഴുവനും പ്രവാചകന്റെ ജീവിതം ലോകത്തിന് മുഴുവൻ വെളിച്ചമായി ജ്വലിച്ചു നിൽക്കുന്നു എന്നാണ്. അതിലൊന്നും തന്നെ ഒഴിവാക്കാനില്ല, ഒന്നും തന്നെ വെട്ടിമാറ്റാനില്ല, എഡിറ്റിങ്ങിന് വിധേയമാക്കാനില്ല. ലോകത്തിന് മുഴുവൻ ഉസ്വത്തായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവിടുത്തെ ജീവിതം നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി തീരുക എപ്പോഴാണെന്നോ, ഈ റസൂലിനെ ജീവിതത്തിൽ നിങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ്. ഈ പ്രവാചകനെ ആര് അനുസരിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ നമ്മെ ഉണർത്തുന്നത്. അതേപോലെ തന്നെ വമൻ തവല്ല, ഈ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന്, അത് സ്വീകരിക്കുന്നതിൽ നിന്ന്, അത് പിന്തുടരുന്നതിൽ നിന്ന്, അത് ജീവിതത്തോടൊപ്പം വെക്കുന്നതിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു കളഞ്ഞുവോ, ഫമാ അർസൽനാക അലൈഹിം ഹഫീള, തിരിഞ്ഞു കളഞ്ഞവരുടെ കാവൽക്കാരനായി ഒരിക്കലും റസൂലേ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് എല്ലാവരുമായി ഇണങ്ങി ജീവിക്കേണ്ട ആളാണ്. മനുഷ്യൻ എന്ന മലയാള പദത്തിന് അറബിയിൽ ഇൻസാൻ എന്നാണ് പറയുന്നത്. ഇൻസാൻ എന്നുള്ളത് ഉൻസിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ്. അനിസ യനസു ഉൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇണങ്ങി കഴിയേണ്ടവൻ എന്നാണ്. ഒരിക്കലും പിണങ്ങി കഴിയേണ്ടവരല്ല മനുഷ്യരെന്നാണ്. മനുഷ്യർക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു മൂല്യമായിക്കൊണ്ട്, അവനിൽ ഉണ്ടാകേണ്ട ഒരു ധാർമ്മികതയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് പരസ്പരമുള്ള സഹവാസവും സഹകരണവും ഇണക്കവുമാണെന്നാണ്. അതിന് ഏറ്റവും വലിയ മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണെന്ന് കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ 10 വയസ്സുകാരനായ ഒരു കുട്ടിയെ പ്രവാചകന്റെ ഭൃത്യനായി തന്റെ ഉമ്മ പ്രവാചകന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അനസ് ബിൻ മാലിക് ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഭൃത്യനായ അനസ് ബിൻ മാലിക്കുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് അത്. ഉമ്മ കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇതാ ഇനി നിങ്ങളുടെ ശിഷ്യത്വത്തിലായിരിക്കും എന്റെ മകൻ കഴിഞ്ഞുകൂടുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ തലയിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു വഅദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുവേ,
അവന് നീ ജീവിത സൗഖ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, സന്താനങ്ങളെ നൽകണമേ, അനുഗ്രഹങ്ങൾ ചൊരിയണമേ, അവന് നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രവാചകന്റെ കൂടെ മദീന ജീവിതകാലത്തിൽ അദ്ദേഹം യുദ്ധസന്ദർഭങ്ങളിൽ സേവകനായി നിന്നിട്ടുണ്ട്. വലിയ വലിയ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ റസൂലിന്റെ കൂടെ സേവകനായി അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ പ്രവാചകന് ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിലും ഖൈബറിലും മക്കം ഫത്ഹിലുമൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ ഹജ്ജത്തുൽ വദാ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ കൂടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ മഹൽ വ്യക്തി പ്രവാചകന്റെ സഹവാസത്തെ കുറിച്ച് എങ്ങനെയായിരുന്നു പ്രവാചകനുമായുള്ള പെരുമാറ്റം എന്ന് വിശദീകരിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 വർഷ കാലഘട്ടത്തിനിടയിൽ ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അനസേ നീ എന്തിനെ അത് ചെയ്തത് എന്ന് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനസേ നീ എന്തേ അത് ചെയ്യാതിരുന്നത് എന്നൊരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന്. നോക്കൂ നിങ്ങൾ, 10 കൊല്ലത്തെ ജീവിതാനുഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ കീഴിലുള്ള ഒരാള്, നമ്മുടെ ഭൃത്യനും തൊഴിലാളിയും പണിക്കാരനുമായ ഒരാള്, അയാളോട് ഒരു 10 മാസം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഇല്ല ഇങ്ങനെ ഒരു അഭിപ്രായം നമ്മളെ കുറിച്ച് പറയാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാള് ഇങ്ങനെ നമ്മളെ കുറിച്ച് ഒരു 10 ദിവസം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരുമെന്ന്. ഇവിടെയാണ് പ്രവാചകനുമായുള്ള സഹവാസം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ അനസ് ചെറിയ കുട്ടിയല്ലേ, 10 വയസ്സ് കഴിഞ്ഞ ആ പ്രായത്തിലൊക്കെയുള്ള അനുഭവങ്ങളും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രവാചകനെ നിയോഗിച്ചു. ആ സന്ദർഭത്തിൽ വഴിയിലൂടെ പോകുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് ഞാൻ കാണാനിടയായി. ആ സന്ദർഭത്തിൽ കുറച്ചു നേരം ആ കളി നോക്കി ഞാൻ ഇരുന്നു. അപ്പോഴതാ നേരം വൈകിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. എന്നെ കാണാഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുന്നുണ്ട്. എന്റെ പിന്നിൽ നിന്ന് എന്റെ തോളത്ത് 2 കൈയും പിടിച്ചുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉനൈസ് അദ്ഹബ്ത ഹൈസു അമർതുക. ഉനൈസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു അനസേ. പലപ്പോഴും റസൂൽ യാ ബുനയ്യ, കുഞ്ഞു മോനെ എന്നായിരുന്നു എന്നെ വിളിക്കാറുണ്ടായിരുന്നത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു അനസേ, ഞാൻ നിന്നോട് ചെയ്യാൻ അയച്ചിട്ടുള്ള കാര്യത്തിലേക്ക് നീ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞു വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നഅം യാ റസൂലല്ലാഹ് അനാ അദ്ഹബുൽ ആൻ, ഞാൻ ഇപ്പോൾ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓടിപ്പോകുന്നതും ഒക്കെ അനസ് റളിയല്ലാഹു തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇങ്ങനെ നല്ല സഹവാസം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നൽകിയിരുന്നു എന്നാണ്. ആരുമായി അടുത്തിടപഴകുന്നുവോ, ആരുമായി ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്നുവോ, ആരുമായി അടുത്ത് പെരുമാറുന്നുവോ അവർക്കെല്ലാം ഒരിക്കലും മറക്കാനാകാത്ത നല്ല അനുഭവങ്ങളുടെ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത് എന്ന് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മളും പ്രവാചക ആകണമെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല പെരുമാറ്റവും സഹവാസവും സഹവർത്തിത്വവും ആകണം ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് എന്ന വലിയ പാഠമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സഹോദരങ്ങളെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു അയൽവാസിയായിരുന്നു എന്നതാണ്. നല്ല അയൽവാസ ബന്ധം അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന വലിയ ഒരു കാര്യമായിരുന്നു. പ്രവാചകന്റെ അയൽവാസികൾ ആരായിരുന്നെന്നോ? പ്രവാചകനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ശത്രുക്കളായിരുന്നു പ്രവാചകന്റെ അയൽവാസികളെല്ലാം. ഒന്ന് പിതൃവ്യനായ അബൂലഹബ് തന്നെ, മറ്റൊന്ന് ഹക്കം ബിൻ ആസ്, അതുപോലെ തന്നെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത്. ഇവരൊക്കെ തന്നെയായിരുന്നു പ്രവാചകന്റെ ഏറ്റവും കടുത്ത വിരോധികളും എന്നാൽ പ്രവാചകന്റെ അയൽവാസികളും. പ്രവാചക തിരുമേനിയുടെ വാതിൽ തുറന്നാൽ ആദ്യമായി കാണുന്ന ഉമ്മറപ്പടിയും വാതിലും തന്റെ പിതൃവ്യനായിരുന്ന അബൂലഹബിൻ്റെതായിരുന്നു എന്നാണ്.
ഏറ്റവും കൂടുതൽ റസൂലിനെ ദ്രോഹിച്ച പിതൃവ്യനായിരുന്നു. പിതാവ് മരിച്ചാൽ പിതൃതുല്യനായി കടന്നു വന്ന് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ട അബൂലഹബ് ഒരിക്കലും അതിനെ കൂട്ടാക്കാതെ പ്രവാചകരെ ദ്രോഹിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, പ്രവാചകന്റെ ആൺമക്കളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. റസൂലിന്റെ ആൺമക്കളൊക്കെ പ്രസവിച്ച ഉടനെ അധികം നാളുകൾ കഴിയാതെ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. പ്രവാചകരെ ഏറ്റവും കൂടുതൽ ഇത് ദുഃഖിപ്പിച്ചിരുന്നു. കുട്ടികളൊക്കെ മരിച്ചു പോകുമ്പോ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരേണ്ട പിതൃതുല്യനായ അബൂലഹബ് ചെയ്തതെന്താണെന്നോ, ബത്തിറ മുഹമ്മദുൻ, മുഹമ്മദിന്റെ വേരറ്റ് പോവുകയാണ്, മുഹമ്മദ് കുറ്റിയറ്റവനായി തീരുകയാണ്. ആൺമക്കളില്ലാതെ, തന്റെ പിൻഗാമികളില്ലാതെ അവൻ കുറ്റിയറ്റു പോയവനായി തീരുകയാണ് ചെയ്യുന്നത് എന്ന് മരണവാർത്ത അറിഞ്ഞാൽ അത് ആഘോഷിക്കുകയായിരുന്നു ഖുറൈശികൾക്കിടയിൽ വന്നുകൊണ്ട് ചെയ്തിരുന്നത്. റസൂലിനെ വല്ലാതെ നോവിച്ച ഒരു സംഗതിയായിരുന്നു ഇതൊക്കെ. പ്രവാചകന്റെ മനോവ്യതകൾക്ക് ആഴം കൂട്ടുന്ന എത്രയോ പെരുമാറ്റങ്ങളാണ് ഈ അയൽപക്കക്കാരിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോഴാണ് പ്രവാചകൻ ആശ്വാസമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതീർണമാകുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിശ്ചയമായും പ്രവാചകരെ താങ്കൾക്ക് അതിരും എതിരുമില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മരണാനന്തര ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കാത്ത വിധത്തിലുള്ള വിശുദ്ധമായ കൗസർ തടാകം താങ്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാ അഅ്തൈനാകൽ കൗസർ, അതുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ നമസ്കാരം നമ്മെ സൃഷ്ടിച്ച റബ്ബിനാകണം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, താങ്കളുടെ ബലികർമ്മങ്ങൾ നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിങ്ങൾ നിർവഹിക്കണം. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന, വൈരാഗ്യം വെച്ച് പുലർത്തുന്ന നിങ്ങളുടെ അയൽവാസികളും പിതാമഹനും അടക്കമുള്ള ഈ കൂട്ടമുണ്ടല്ലോ, അവർ തന്നെയാണ് വാലറ്റ് പോകാൻ ഒരുങ്ങി നിൽക്കുന്നവർ, അവരാണ് ശരിക്ക് പിൻഗാമികളില്ലാതെ പോകുന്നവർ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെയാണ് പിന്നെ ജീവിതത്തിൽ നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ ശത്രുക്കളായ അയൽവാസികളോട് പോലും എങ്ങനെയായിരുന്നു സഹവസിച്ചിരുന്നത് എന്ന് നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഒരിക്കലും പ്രവാചകൻ അവരെ വെറുപ്പോടുകൂടി നോക്കിയിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ പരിഹസിക്കുകയും ഇകഴ്ത്തുകയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും റസൂൽ അവരോട് പുഞ്ചിരി തൂകി ഒരു നല്ല അയൽപക്കക്കാരൻ എന്ന നിലക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും. സ്വന്തം വീടിന്റെ ഉമ്മറപ്പടികളിൽ കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങളെയും അതുപോലെ തന്നെ അടിച്ചുകൂട്ടിയ വേസ്റ്റുകളെയും ഒക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൾ കൊണ്ട് മനസ്സിൽ ഒരു വെറുപ്പുമില്ലാതെ അവിടുന്ന് നീക്കിക്കളയും. ഇതൊരു വലിയ സഹവാസമാണ്, ഇതൊരു വലിയ അയൽപക്ക ബന്ധമാണ്. ഇങ്ങനെയുള്ള ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളാണ് റസൂൽ ഈ ലോകത്തിന് കാണിച്ചു തന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ എല്ലാ നേരങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ഓർത്തുകൊണ്ട് അടുക്കും ചിട്ടയും വെടിപ്പും വൃത്തിയുമുള്ള ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ഒരുപാട് ഉപദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉന്നതമായ
സ്വഭാവ സാംസ്കാരിക മൂല്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യന് ഒരു നല്ല അയൽവാസിയായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അവൻ്റെ ജീവിത വിശുദ്ധിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അടയാളമാണ് എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ് ഖൈറുഹും ലിസ്വാഹിബിഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സഹവാസികൾ, അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും നല്ല സഹവാസികൾ ആരായിരിക്കുമെന്നോ നിങ്ങളുമായി കൂടി ജീവിക്കുന്ന ആളുകളോട് നല്ല സഹവാസം സമ്മാനമായി നൽകുന്നവരാണെന്നാണ്. നോക്കൂ, നിങ്ങൾ നമ്മുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റുകൾ ഉണ്ടാകും, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ മാത്രം ഒരുമിച്ച് കൂടുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ പല നിലക്കും പലതിനും വേണ്ടി മനുഷ്യൻ ഒരുമിച്ച് കഴിയുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതേതൊക്കെ സന്ദർഭങ്ങളിൽ മനുഷ്യരുമായി സഹവസിക്കുന്നുണ്ടോ, ഒരുമിച്ച് കഴിയുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഈമാനിന്റെ അടയാളം. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ അരികിൽ നല്ല അസ്ഹാബുമാർ എന്ന റസൂല് പറഞ്ഞത്. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹ് ഖൈറുഹും ലിജാരിഹി. അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും നല്ല അയൽപക്കാരാരാണെന്നോ നിങ്ങളുടെ അയൽവക്കക്കാരോട് നല്ലവനായി നിൽക്കുന്നവനാണ്. ഞാൻ ഒരു നല്ല അയൽപക്കക്കാരനാണ് എന്ന് ഒരു മുസ്ലിമിന് പറയാൻ കഴിഞ്ഞാൽ അതവന്റെ ഈമാനിന്റെ ബഹിർപ്രകടനമാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അവിടുന്ന് ഒരിക്കൽ തന്റെ അരുമ ശിഷ്യനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഇദാ തബഖ്ത യാ അബൂദർ ഇദാ തബഖ്ത മിർഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക. നീ ഒരു നല്ല കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചുള്ളൂ എങ്കിൽ വെള്ളം കൂട്ടിയിട്ട് തന്നെയെങ്കിലും നിന്റെ അയലോക്കക്കാരനെ നീ പരിഗണിക്കണമെന്ന. സ്ത്രീകളോടായി പ്രത്യേകം റസൂലുള്ളാഹി പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അയൽക്കാരിയും തന്റെ തൊട്ടടുത്തുള്ള അയൽക്കാരിയെ ഒരു കാര്യത്തിലും അവഗണിക്കരുതെന്നാണ്. വലു ഫിരിസിദ ഷാത്തിൻ, നിങ്ങൾക്കൊരു ആടിന്റെ കുളമ്പാണ് എന്നും കിട്ടാത്തത് പുതിയതായി കിട്ടിയതെങ്കിൽ അവിടെ പോലും, ഇതൊരു കുളമ്പല്ലേ, ഇറച്ചൊന്നും അധികമല്ലല്ലോ, ഇതിപ്പോ അവർക്ക് കൊടുക്കാൻ മാത്രമല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തരുന്നെങ്കിൽ ആ ബന്ധം എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ സഹാബത്തിനോട് പങ്കുവെക്കുന്നുണ്ട്, മാസാല ജിബ്രീലു യുസീനി ബിൽ ജാർ, അയൽവാസിയുടെ കാര്യം എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴൊക്കെ ഉണർത്തുന്നുണ്ട്, എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്നോട് വസിയത്ത് നൽകുന്നുണ്ട്. ഹത്താ ലനൻതു അന്നഹു സയുവരിസുഹു, എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, പറഞ്ഞ് അയൽപക്കക്കാരന്റെ കാര്യം പറഞ്ഞ് അടുത്ത വരവിൽ ജിബ്രീൽ അലൈഹിസ്സലാം അയൽപക്കക്കാരന് അനന്തരാവകാശമുണ്ടെന്നെങ്ങാനും പറയുമോ എന്ന് വരെ ഞാൻ വിചാരിക്കുമാർ അയൽവാസികളുടെ കാര്യം എന്നോട് പറയുന്നുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ഫജഅല യഖൂലു ലിഗുലാമിഹി, ആടിനെ അറുത്ത് മാംസമാക്കുന്നതിനിടയിൽ, ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റസൂൽ തന്റെ ഭൃത്യനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്, അഹദൈത ലിജാരിനൽ യഹൂദി, നമ്മുടെ ജൂതനായ ആ അയൽപക്കക്കാരന് ഇതിൽ നിന്ന് നീ കൊടുത്തോ? അഹദൈത ലിജാരിനൽ യഹൂദി, അതിങ്ങനെ നബി ചോദിച്ചുകൊണ്ടേയിരുന്നു ഞാൻ കൊടുക്കുന്നത് വരെ എന്നാണ് ഭൃത്യൻ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അയൽപക്ക ബന്ധങ്ങളിൽ മതം നോക്കേണ്ടതില്ല, ജാതി നോക്കേണ്ടതില്ല, പാർട്ടി നോക്കേണ്ടതില്ല, ഗ്രൂപ്പ് നോക്കേണ്ടതില്ല. നിങ്ങളുടെ സിരകളിൽ ഒഴുകുന്നത് പോലെയുള്ള രക്തമാണ് നിങ്ങളുടെ അയൽപക്കക്കാരന്റെ സിരകളിലും ഒഴുകുന്നതെങ്കിൽ അവൻ നിങ്ങളുടെ അയൽവാസിയാണ്. അവനോട് നിങ്ങൾ നല്ല രീതിയിൽ സഹവസിക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ആവലാതിപ്പെടുകയാണ്, ഇന്നലി ജാറ യുദീനി വയസ്തിമുനി വയുലീഖു അലയ്യ, എനിക്കൊരു അയലോക്കക്കാരനുണ്ട്, അവൻ എന്നെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്, എന്നെ അവൻ ചീത്ത പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ വല്ലാതെ അവനെ അടങ്ങാറാക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഫഖാല, അപ്പൊ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയുന്നത്, നീ പൊയ്ക്കോ, ഒരു കാര്യം ചെയ്യ്, ഫൈൻ ഹുവ അസല്ലാഹു ഫീക്,
നിന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുവെങ്കിൽ അവന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ അനുസരിച്ചേക്കുക എന്നാണ്. നിന്നോടുള്ള കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുവെങ്കിൽ അവനോടുള്ള ബാധ്യത തിരിച്ചു നിർവഹിക്കുന്നതിൽ നീ അള്ളാഹുവിനെ അനുസരിക്കുക സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. ഈ ഒരു നിലപാടാണ് വിശ്വാസികളുടെ മുഅ്മിനുകളുടെ നിലപാടാണ് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മയുടെ ത്രാസ് ഇതുപോലെയുള്ള സുഹൃതങ്ങളാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘനമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാളിച്ചകൾ ഞങ്ങളോട് പൊറുക്കേണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.